Hello everyone. So last video we piping and basic introduction. Basically standard output or command in the standard output മറ്റൊരു കമാൻഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നു. അതിനാണ് ഈ പൈപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് വീഡിയോയിൽ അവസാനം ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിരുന്നു. അതായത് എനിക്കിപ്പോൾ ഡേറ്റ എന്ന് പറയുന്ന കമാൻഡിൻ്റെ ഔട്ട്പുട്ട് ഒരു ഫയലിലോട്ട് റൈറ്റും ചെയ്യണം, അതേസമയം നമ്മുടെ പൈപ്പിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങൾ പ്രോപ്പറായിട്ട് എക്സിക്യൂട്ടും ചെയ്യണം. അപ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു സ്വാഭാവികമായിട്ട് വരുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇവിടെ വെച്ച് നമ്മളൊരു റീഡയറക്ഷൻ ചെയ്യുക .txt എന്ന് പറയുന്ന ഒരു റീഡയറക്ഷൻ വയ്ക്കുന്ന ഒരു സൊല്യൂഷൻ ആയിരിക്കും നമ്മുടെ മനസ്സിൽ സ്വാഭാവികമായിട്ടും വരുന്നത്. ഓക്കെ, ഇത് വർക്ക് ചെയ്യത്തില്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതുവരെയുള്ള ഫോർമാറ്റ് ഡേറ്റ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, നമ്മുടെ കമാൻഡിൻ്റെ നമ്മുടെ പൈപ്പിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്തായിരുന്നു? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട്, ഒരു കമാൻഡിൻ്റെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് മറ്റൊരു കമാൻഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്യിപ്പിക്കുന്നതാണ് പൈപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ഡേറ്റ എന്ന് പറയുന്ന കമാൻഡിൻ്റെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് നമ്മളൊരു ഫയലിലേക്ക് മാറ്റുകയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് റീഡയറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കമാൻഡ്, അതായത് ഇതിന് പൈപ്പ് ഓപ്പറേറ്ററിന് ശേഷമുള്ള ഈ ഒരു കമാൻഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഈ ഡേറ്റ എന്ന് പറയുന്ന കമാൻഡിൻ്റെ സ്റ്റാൻഡേർഡ് ഔട്ടുമായിട്ട് ഡിസ്കണക്റ്റ് ആയി മാറുകയാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ഫോർമാറ്റ് നമുക്ക് വർക്ക് ചെയ്യാത്തത്. ഓക്കെ, ഈ ഒരു ഫോർമാറ്റ് വർക്ക് ചെയ്യത്തില്ല. കാരണം ഈ ഒരു കമാൻഡ് റൺ ചെയ്താൽ നിങ്ങൾ ഓൾറെഡി കണ്ടു, ഡേറ്റിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് നിങ്ങൾക്ക് data.txt എന്ന് പറഞ്ഞ ഫയലിനകത്ത് റൈറ്റ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ ഈ ഒരു കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്കൊരു ആവശ്യം വരും. അതായത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ബ്രാഞ്ചസ് നിങ്ങളുടെ പൈപ്പ് ലൈനിൽ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, നിങ്ങളുടെ വീട്ടിലെ പ്ലംബിംഗ് വർക്ക്സ് ഉണ്ടല്ലോ, അപ്പോൾ നിങ്ങൾക്കൊരു എക്സ്ട്രാ ഒരു പൈപ്പ് കൂടെ കണക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മെയിൻ പൈപ്പ് ലൈനിൽ ഒരു ജംഗ്ഷൻ കണക്ട് ചെയ്തിട്ട് അതിൽ നിന്നായിരിക്കുമല്ലോ നിങ്ങളൊരു എക്സ്ട്രാ പൈപ്പിൻ്റെ കണക്ഷൻ എടുക്കുന്നത്. ഓക്കെ, ബേസിക്കലി ഈ ജംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു T ജംഗ്ഷൻ ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ഒറ്റ പൈപ്പ് കണക്ഷൻ എടുത്താൽ മതിയെങ്കിൽ നിങ്ങൾക്ക് ഒരു T ജംഗ്ഷൻ ആയിരിക്കും നിങ്ങൾ കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ ഈ ടെർമിനൽ കമാൻഡ്സിനും ഒരു T എന്ന് പറയുന്ന ഒരു കമാൻഡുണ്ട്. ഓക്കെ, നിങ്ങൾ T എന്ന് പറയുന്ന ഷേപ്പ് നിങ്ങളുടെ മനസ്സിൽ വരുന്ന അതുപോലെ തന്നെയാണ് ഈ ടെർമിനലിലെ ഈ T എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ, ബേസിക്കലി ഈ റെഡ് ആരോസ് കാണിക്കുന്നത് നിങ്ങളുടെ നോർമൽ ഫ്ലോ ആണ്. അതുപോലെ ഈ T എന്ന് പറയുന്ന ഒരു കമാൻഡ് നിങ്ങളുടെ പൈപ്പ്സിൽ ആഡ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കൊരു എക്സ്ട്രാ ഒരു ബ്രാഞ്ച് കൂടെ കിട്ടും പൈപ്പ് ലൈനിൽ. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ഒരു പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് സോൾവ് ചെയ്യാവുന്നതാണ്. അത് അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ടെർമിനലിലേക്ക് തിരിച്ചു പോകാം. ഓക്കെ, ഞാൻ എക്സ്ട്രാ ഒരു പൈപ്പ് T എന്ന് പറയുന്ന ഒരു കമാൻഡ് ആഡ് ചെയ്യാണ്. t.new.txt ഇങ്ങനെ ഒരു ഫയലില്ല, ഞാനിതിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, T എന്ന് പറയുന്ന കമാൻഡ് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊരു സെപ്പറേറ്റ് പൈപ്പായിട്ട് മാറും. അത് കഴിഞ്ഞിട്ട് നമുക്ക് സാധാരണ പോലെ കട്ട് ഡെലിമിറ്റർ ഈക്വൽ ടു സ്പേസ് വെച്ച് നമുക്ക് ഡെലിമിറ്റ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡാഷ് ഫീൽഡ്. ഓക്കെ, അപ്പം ഡേറ്റ് എന്ന് പറയുന്ന കമാൻഡ് അതിൻ്റെ റിസൾട്ട് T എന്ന് പറയുന്ന ഈ ജംഗ്ഷനിൽ എത്തുമ്പോഴത്തേക്കും ആ ഡേറ്റ ഇതിലോട്ടും പോവും, .new.txt എന്ന് പറയുന്ന ഫയലിലോട്ടും പോകും ഈ ഡേറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് ഡയറക്ഷനിലേക്ക് ഇപ്പോൾ ഡേറ്റ ഫ്ലോ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്കിപ്പോൾ കണ്ടോ ട്യൂസ്ഡേ എന്ന് പറയുന്ന നിങ്ങൾക്ക് റിസൾട്ട് കിട്ടി. അതേപോലെ നമുക്ക് cat date new എന്ന് പറയുന്ന ഫയലൊന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. കണ്ടോ, ഡേറ്റിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടി. ഓക്കെ, അതേപോലെ ഈ ഒരു കമാൻഡിൻ്റെ റിസൾട്ടാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, കണ്ടോ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ T എന്ന് പറയുന്ന കമാൻഡിൻ്റെ ഗുണം. ഇതൊരു പ്രാക്ടിക്കൽ സിനാരിയോയിൽ നിങ്ങൾക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞാൽ, അതായത് നിങ്ങളുടെ പൈപ്പ് ലൈൻ ചിലപ്പോൾ നല്ല നീളമുള്ളതായിരിക്കും. അപ്പോൾ ഓരോ കമാൻഡിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഒരു ഫയലിലോട്ട് നിങ്ങൾക്ക് ലോഗ് ചെയ്യണം. ഓക്കെ, റൈറ്റ് ചെയ്ത് വയ്ക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ ഇൻസ്പെക്ഷനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഓരോ കമാൻഡിൻ്റെയും റിസൾട്ട് ഓരോ ലോഗ് ഫയൽസിലോട്ട് നിങ്ങൾ റൈറ്റ് ചെയ്യേണ്ട ആവശ്യം വരും. ഓക്കെ, അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെയാണ് നമ്മൾ പൈപ്പ് ലൈനിനെ ബുദ്ധിമുട്ടിക്കാതെ നമ്മളൊരു T ജംഗ്ഷൻ ആഡ് ചെയ്തിട്ട് അവിടെ ഓരോ ലോഗ് ഫയൽസ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ നമുക്ക് പൈപ്പ് ലൈൻ കണ്ടിന്യൂവും ചെയ്യാം, പല ബ്രാഞ്ചസ് വിടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് T ജംഗ്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എനിക്കിനി ഒരു കൺസെപ്റ്റ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ട്. അതായത് പൈപ്പിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റിൻ്റെ ഡെഫിനിഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് വേറൊരു കമാൻഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഇരിക്കെ
എല്ലാ കമാൻഡ്സും സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്വീകരിക്കത്തില്ല. ഓക്കെ, അങ്ങനെയുള്ള ഒരു കമാൻഡാണ് എക്കോ എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ, ഈ എക്കോ എന്ന് പറയുന്ന കമാൻഡ് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. അതായത് നിങ്ങൾ ഈ കമാൻഡ് ലൈനിൽ തന്നെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ മാത്രമേ സ്വീകരിക്കത്തുള്ളൂ. അല്ലാതെ നിങ്ങളെ കീബോർഡിൽ നിന്ന് അത് ഇൻപുട്ട് സ്വീകരിക്കത്തില്ല, വേറെ ഒരിടത്തു നിന്നും അത് ഇൻപുട്ട് സ്വീകരിക്കത്തില്ല. കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സിൽ നിന്ന് മാത്രമേ അത് ഇൻപുട്ട് സ്വീകരിക്കത്തുള്ളൂ. ബേസിക്കലി ഈ എക്കോ കമാൻഡ്സ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ അതിലേക്ക് എന്ത് കൊടുക്കുന്നോ അത് നിങ്ങൾ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിൽ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അതാണ് ഈ എക്കോ കമാൻഡ് ബേസിക്കലി ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്കിനി എക്കോ അടിച്ചിട്ട് നിങ്ങൾ ഒന്നും കൊടുക്കാതിരിക്കുകയാണെങ്കിൽ കണ്ടോ, ഇവിടെ വെയിറ്റ് ചെയ്യുന്നില്ല, സ്റ്റാൻഡേർഡ് ഇൻപുട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നില്ല. അതേപോലെ എന്താണോ എക്കോയുടെ മുമ്പിലുള്ളത് അത് അങ്ങ് അതേപോലെ പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു എംപ്റ്റി സ്പേസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമ്മളൊന്നും കൊടുത്തില്ല. ഓക്കെ, ഒന്നും കൊടുക്കാത്തത് കൊണ്ട് അതൊന്നും കാണിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് ടെർമിനലിലേക്ക് തന്നെ വീണ്ടും വന്നു. അപ്പോൾ ഈ എക്കോ എന്ന് പറയുന്ന കമാൻഡിന് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് അത് സ്വീകരിക്കത്തില്ല. അതിന് കമാൻഡ് ലൈൻ ആർഗ്യുമെൻറ്റ്സ് മാത്രമേ അത് സ്വീകരിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കമാൻഡ്സ് ചിലപ്പോൾ നമ്മുടെ പൈപ്പ്സിൽ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ സ്റ്റാൻഡേർഡ് ഈ ഇൻപുട്ട് സ്വീകരിക്കാത്ത ഒരു കമാൻഡ് നമ്മൾ എങ്ങനെ പൈപ്പിൽ ഉപയോഗിക്കും? അപ്പോൾ പൈപ്പ് ലൈൻസിൻ്റെ ബേസിക് കൺസെപ്റ്റ് തന്നെ സ്റ്റാൻഡേർഡ് മറ്റൊരു കമാൻഡിൻ്റെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് വേറൊരു കമാൻഡിൻ്റെ സ്റ്റാൻഡേർഡ് ഇൻപുട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ് പൈപ്പ് ലൈൻ്റെ ഡെഫിനിഷനായിട്ട് നമ്മൾ റീഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കമാൻഡ്സുകൾ പൈപ്പ് ലൈൻസിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡാണ് എക്സാർഗ്സ് എന്ന് പറഞ്ഞത്. ഓക്കെ, എക്സാർഗ്സ് എന്ന് പറഞ്ഞൊരു കമാൻഡുണ്ട്. ഓക്കെ, അത് നമുക്ക് ഒന്ന് ഉപയോഗിച്ച് പോകാം. ഞാൻ നേരത്തെ ഉപയോഗിച്ച കമാൻഡ് തന്നെ ഉപയോഗിക്കാം. ഞാൻ ടി കമാൻഡ് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ, ടി ന്യൂ ഡേറ്റ് .txt. ഞാൻ ഷോർട്ട് ഫോം കൊടുക്കാം കേട്ടോ. -f നമുക്ക് 2 എന്ന് പറഞ്ഞാൽ കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് എനിക്കിവിടെ ജസ്റ്റ് എക്കോ എന്ന് മാത്രം കാണിച്ചാൽ മതി. ഓക്കെ, എക്കോ ബേസിക്കലി നിങ്ങൾക്ക് ഈ ഒരു കമാൻഡിൻ്റെ ഔട്ട്പുട്ട് തന്നെ നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലേക്ക് വരും. നിങ്ങൾ ഇതിൻ്റെ കട്ടിൻ്റെ മാനുവൽ പേജിൽ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ എക്കോ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ എക്കോ എന്ന് മാത്രം ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടത്തില്ല. പക്ഷേ ന്യൂ ഡേറ്റ്, അത് ഞാൻ ഒന്ന് പ്രിൻറ്റ് ചെയ്ത് ന്യൂ ഡേറ്റ് .txt കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ന്യൂ ഡേറ്റിനകത്ത് ഡേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഔട്ട്പുട്ട് കിട്ടിയില്ല, കണ്ടോ. ഓക്കെ, അത് കിട്ടണമെങ്കിൽ അതിന് കാരണം എന്തെന്ന് പറഞ്ഞാൽ ഈ എക്കോ എന്ന് പറയുന്ന കമാൻഡ് ഇതിൽ നിന്ന് ഇൻപുട്ട് സ്വീകരിക്കത്തില്ല, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്വീകരിക്കത്തില്ല. അതുകൊണ്ടാണ് ഈ എക്കോ എന്ന് പറയുന്ന കമാൻഡ് നമ്മൾ അവസാനം പൈപ്പ് ലൈനിൻ്റെ അവസാനം കൊടുത്തപ്പോഴും വർക്ക് ചെയ്യാത്തത്. ഓക്കെ, അത് വർക്ക് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സാർഗ്സ് എന്ന് പറഞ്ഞ പാരാമീറ്റർ ഈ ഒരു കമാൻഡിന് മുന്നേ കൊടുക്കുക, എക്സാർഗ്സ്. ഓക്കെ, ഇനി നമ്മൾ കമാൻഡ് റൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ നമുക്ക് ഔട്ട്പുട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതേപോലെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്വീകരിക്കാത്ത കമാൻഡ്സുകളെ നമുക്ക് പൈപ്പ് ലൈൻസിൽ ആഡ് ചെയ്യാം. ഇനി ഫോർ എക്സാമ്പിൾ എക്കോ അല്ലാത്ത വേറൊരു ഇമ്പോർട്ടൻറ്റ് കമാൻഡ് കൂടെ ഉണ്ട് ഈ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്വീകരിക്കാത്ത. അതിൻ്റെ എക്സാമ്പിളാണ് ആ ഒരു കമാൻഡ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യും. ഫയൽ സിസ്റ്റത്തിൽ ഫയൽസൊക്കെ നമ്മൾ ലിനക്സിൻ്റെ ഫയൽസുമായിട്ട് ഫയൽ മോഡിഫിക്കേഷനൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഞാൻ ആ ഒരു കമാൻഡ് ഞാൻ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഈ വീഡിയോയിൽ എനിക്ക് പറയണമെന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ പറയാം. rm എന്ന് പറയുന്ന ഒരു കമാൻഡ് ഉണ്ട്. ബേസിക്കലി ഈ കമാൻഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഫയൽസ് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കമാൻഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ വല്ല ഫയൽസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, date2.txt എന്ന് പറഞ്ഞൊരു ആവശ്യമില്ലാത്ത ഫയൽ നമുക്ക് കിടപ്പുണ്ട്, നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഫയൽ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് rm date2.txt ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഫയൽ ഡിലീറ്റായി പോയത് കാണാം. കണ്ടോ, ഇപ്പോൾ അവിടെ ആ ഫയലില്ല. ഓക്കെ, ഈ rm എന്ന് പറയുന്ന കമാൻഡും സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്വീകരിക്കത്തില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പൈപ്പ് ലൈൻസിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സിനാരിയോസിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ലോഗ് ഫയൽസ്, പഴയ ഫയൽസൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ട പൈപ്പ് ലൈൻസ് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഈ rm എന്ന് പറയുന്ന കമാൻഡ് അല്ലാതെ വേറെ കമാൻഡൊന്നും നിങ്ങൾക്ക് കിട്ടത്തില്ല. അങ്ങനെയുള്ള കേസുകളിലാണ് നിങ്ങൾക്ക് ഈ എക്സാർഗ്സ് എന്ന് പറയുന്ന പാരാമീറ്റർ ഭയങ്കരമായിട്ടുള്ള ഉപയോഗം വരുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ cat എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്ത്, അല്ലെങ്കിൽ വേണ്ട, നമുക്ക് cat എന്ന് പറയുന്ന കമാൻഡ് യൂസ് ചെയ്ത് ന്യൂ ഡേറ്റ് എന്ന് പറയുന്ന ഫയലിൻ്റെ അകത്ത് .txt നമുക്ക് ന്യൂ ഡേറ്റ് ആ ഫയലിൻ്റെ പേര് തന്നെ പറഞ്ഞു കൊടുക്കാം. .txt എന്ന് പറയുന്ന പേര് തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഞാൻ എന്നിട്ട് cat new date.txt കൊടുത്തു കഴിഞ്ഞാൽ new date.txt എന്ന് പറയുന്ന അതായത് ആ ഫയലിൻ്റെ ഫയൽ നെയിം ഞാൻ അതിനകത്ത് പറഞ്ഞു കൊടുത്തു. ഓക്കെ, ഞാനൊന്ന് ക്ലിയർ ചെയ്യാണ്.
ഓക്കെ, അപ്പോൾ എനിക്ക് new.txt ഡിലീറ്റ് ചെയ്യണം. ഒരു പൈപ്പ് ലൈനിനകത്ത് നിന്ന് എനിക്ക് ഡിലീറ്റ് ചെയ്യണം. അതായത് ക്യാറ്റ് ഞാൻ ഇൻപുട്ട് സ്ട്രീമിൽ നിന്ന് എടുക്കുകയാണ്. new.date.txt അതായത് new.txt നിന്ന് ഞാൻ റീഡ് ചെയ്യുകയാണ്. എന്നിട്ട് അതെന്ത് ചെയ്യണം, എനിക്ക് RM ചെയ്യണം, റിമൂവ് ചെയ്യണം. ഓക്കെ, ആ ഒരു ഫയൽ എനിക്ക് റിമൂവ് ചെയ്യണം. കണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് ഒരു എറർ കിട്ടി. കാരണം എന്ന് വെച്ചാൽ RMന് ഈ ഒരു ഓപ്പറാൻഡ് വേണം. അതായത് അതിന് എന്താണ് ഡിലീറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. അതായത് കമാൻഡ് ലൈൻ ആർഗ്യുമെൻ്റ് അതിന് വേണം. ഓക്കെ, നമ്മളിവിടെ ചെയ്യാൻ ഉദ്ദേശിച്ചത് എന്താണ്, new.txt ഫയലുണ്ട്, ഒരു ഫയൽ നെയിമുണ്ട്, ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റ് എടുത്ത് നമ്മൾ RM എന്ന് പറയുന്ന കമാൻഡിലേക്ക് കൊടുത്ത് ആ ഒരു ഫയൽ തന്നെ ഡിലീറ്റ് ചെയ്യാനാണ് നമ്മൾ നോക്കുന്നത്. അതായത് ബേസിക്കലി നമ്മൾ new.txt എന്ന് പറയുന്ന ഫയൽ ഡിലീറ്റ് ചെയ്യാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല. അതുകൊണ്ട് നമുക്ക് xargs എന്ന് പറഞ്ഞാൽ വാല്യൂ കൊടുക്കണം. xargs. ഓക്കെ, ഇനി നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ഇപ്പോൾ കമാൻഡ് റണ്ണായി. നമ്മൾ ls എന്ന് പറയുന്ന കമാൻഡ് ഒന്ന് കൊടുത്തു പോയി കഴിഞ്ഞാൽ ന്യൂ ഡേറ്റ് എന്ന് പറയുന്ന ഫയൽ അവിടെ കാണാൻ പാടില്ല. ഓക്കെ, ഇപ്പോൾ ന്യൂ ഡേറ്റ് എന്ന് പറയുന്ന ഫയൽ ഇപ്പോൾ അവിടെ കാണാനില്ല. ഓക്കെ, ഇത് എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ ക്യാറ്റ് എന്ന് പറയുന്ന കമാൻഡ് എന്ത് ചെയ്യുന്നത്, ഇത് ഇൻപുട്ട് സ്ട്രീമാണല്ലേ. new.date.txt എന്ന് പറയുന്ന ഫയലിൽ നിന്ന് അത് ഇൻപുട്ട് സ്വീകരിച്ച് അത് സ്കാറ്റ് എന്ന് പറയുന്ന കമാൻഡ് എന്താണ്, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എന്ന് പറയുന്ന ഫയലാണ്. ഫയലിൽ നിന്ന് റീഡ് ചെയ്ത് സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഡീഫോൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ ടെർമിനലാണ്. പക്ഷേ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഈ RM എന്ന് പറയുന്ന കമാൻഡുമായിട്ടാണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ടിലേക്ക് പോകും. അപ്പോൾ xargs ഉള്ളത് കൊണ്ട് തന്നെ RM എന്ന് പറയുന്ന കമാൻഡ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്വീകരിക്കും. ഓക്കെ, xargs ഉള്ളതുകൊണ്ട്. ഓക്കെ, xargs ഇല്ലെങ്കിൽ RM എന്ന് പറയുന്ന കമാൻഡ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് സ്വീകരിക്കത്തില്ല. ഓക്കെ, അങ്ങനെ നമ്മൾ പൈപ്പ് ലൈൻസ് അതിൻ്റെ 3 ഇമ്പോർട്ടൻറ്റ് പാർട്സ് നമ്മൾ മനസ്സിലാക്കി. അതായത് പൈപ്പ് ലൈനിങ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പൈപ്പ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്, പൈപ്പിൻ്റെ കൺസെപ്റ്റ്, T എന്ന് പറയുന്ന കമാൻഡ്, പിന്നെ xargs എന്ന് പറയുന്ന കമാൻഡ്. ഓക്കെ, ഈ 3 കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു, ടേക്ക് കെയർ.